നല്ല റെസ്റ്റോറൻ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. എത്ര കൊടുക്കുന്നു നീ റേറ്റിംഗ്? 5 ഔട്ട് ഓഫ് 5 4 എന്തായാലും കൊടുക്കും. യെസ്, ഞാനും അതെ. നമ്മൾ ഏത് വഴി വന്നത് ബ്രോ? വഴി തെറ്റി. ഇല്ലില്ല, അതെ, വന്ന വഴിയൊക്കെ മറന്നുപോയി. യെസ് യെസ്, തന്നെയാണ് വഴി. എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു അല്ലേ? ഒരാളവിടെ കിടപ്പുണ്ട്, ഇനി അവനൊരു പാഴ്സലും വാങ്ങി. ഇനി നമ്മുടെ അടുത്ത ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും മെയിൻ ടാസ്ക്. നമ്മുടെ ബൈക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ പോകുമെന്നത് ഇവിടുത്തുമില്ല, മൊത്തം ഒന്ന് കറങ്ങണം. അയ്യോ, കിതപ്പ് തുടങ്ങി. കയറ്റം വന്നാൽ കിതപ്പ് തുടങ്ങും. ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ബൈക്ക് കിട്ടാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയാണ്. ഒരുപാട് സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു, എവിടെയും സാധനം സ്റ്റോക്കില്ല, എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. എന്താകും എന്തോ. അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഒരു സ്ഥലത്തൊന്നും ബൈക്ക് കിട്ടിയിട്ടില്ല. വിളിച്ചാലും നോ ബൈക്ക്, ഇനി വിളിച്ചു പോലെന്ന് പറഞ്ഞു. 2 ബൈക്കിനുള്ള അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല. ഒരു ബൈക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ ബാക്കിൽ നിന്ന് പോകേണ്ടി വരും. സ്പീക്കേ അതെ, 2 ബൈക്കിലും കിട്ടിയല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? 2 ബൈക്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സമയം ഇപ്പോൾ 7:30. 1000 രൂപ. ഇവിടെ എപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ മാർക്കറ്റ്. ഇത് ഇട്ടപ്പോൾ തന്നെ പകുതിയുടെ ആശ്വാസം കേട്ടോ. ഇപ്പോൾ നാളെ തുടങ്ങിയൊരു ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. എസ്പിക്ക് എന്തോ വാങ്ങണ്ട, എന്താ നോക്കട്ടെ. വീട്ടില്ലേ 100. നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സൈറ്റ് സീയിങ്, ലോക്കൽ ഫുഡ്, അതൊക്കെയാണ് നമ്മുടെ നാളത്തെ പ്രോഗ്രാം.